Today we are going to discuss about reproduction in plants. When we go to the plant, all the flowering plants show sexual reproduction. So flowering plants show reproduction is sexual. The structure of inflorescence, flowers and floral parts shows an amazing range of adaptation to ensure the formation of end product of sexual reproduction, that is fruit and seed. So സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഫ്രൂട്ട് ആൻഡ് സീഡ്. നമുക്ക് പഴങ്ങളും വിത്തുകളും കിട്ടുന്നു അല്ലേ. അപ്പം ഇത് എതിൽ നിന്നാണ് വരുന്നത്? ഇൻഫ്ലോറസെൻസ് അല്ലെങ്കിൽ ഫ്ലോറൽ പാർട്സിൽ നിന്നാണ് ഇത് നമുക്ക് കിട്ടുന്നത്. സോ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു സീഡ് അല്ലെങ്കിൽ ഒരു വിത്തിൽ നിന്ന് മുളച്ചു വന്ന് ഒരു തൈ, അതാണ് മരമായിട്ട് മാറുന്നത്. അപ്പം നമ്മൾ ഒരു വിത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എംബ്രിയോ ഉണ്ട്, കോട്ടിലിഡൻസ്, അതിനെ കവർ ചെയ്യുന്ന കോട്ടിലിഡൻസ്. 2 കോട്ടിലൻഡ് ഉണ്ടായിരുന്നാൽ നമ്മൾ ഡൈകോട്ടിലൻസ് എന്ന് പറയും, ഒന്നുണ്ടായിരുന്ന മോണോകോട്ടിലൻസ് എന്ന് പറയും. പിന്നെ അതിനെ കവർ ചെയ്ത ഒരു കവറിംഗ് ഉണ്ട്, ആ കവറിങ്ങിനാണ് നമ്മൾ സീഡ് കോട്ട് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ എംബ്രിയോളജി? നമുക്കറിയാലേ, എംബ്രിയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് ഓഫ് ആൻ എംബ്രിയോ, the branch of botany that deals with the nature and development of the structure and process associated with the sexual reproduction in angiosperm. നമുക്ക് സിമ്പിളാ പറയാം, വാട്ട് ഈസ് എംബ്രിയോളജി? എംബ്രിയോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ആൻ എംബ്രിയോ. ഫ്ലവേഴ്സ് ആർ എ ഫാസിനേറ്റിംഗ് ഓർഗൻ ഓഫ് ആൻജിയോസ്പേം. ആൻജിയോസ്പേമിലെ ഒരു കളർഫുൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടാൽ നോക്കി നിന്ന് പോകുന്ന ഒരു ഓർഗനാണ് ഫ്ലവർ. ഫ്ലവർ നമുക്ക് എന്തൊക്കെ യൂസ് വേണം? വി യൂസ് ആസറ്റിക്, നമ്മൾ എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പം ആ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. സോഷ്യൽ, റിലീജിയസ് ആൻഡ് കൾച്ചറൽ വാല്യൂ. വേറെ വേറെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആണ് ഫ്ലവേഴ്സ്, ഡിഫറെൻറ്റ് ഷേപ്പ്, കളറ്, ഇതെല്ലാം നമ്മൾ അട്രാക്ട് ചെയ്യിപ്പിക്കും. നമ്മൾ ഒരു നിമിഷം അത് നോക്കി നിന്നു അല്ലേ, ചില പൂക്കൾ കണ്ടു. പിന്നെ ഫംഗ്ഷൻ എല്ലാം നമ്മൾ ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് റിലീജിയസ് ഫംഗ്ഷൻ ആവാം, സോഷ്യൽ ഫംഗ്ഷൻ ആവാം, കൾച്ചറൽ ഫംഗ്ഷൻ ആവാം. ഇതിനെല്ലാം നമ്മൾ ഫ്ലവേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ടു എ ബയോളജിസ്റ്റ്, ഒരു ബയോളജിസ്റ്റിന് ഫ്ലവർ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടൻ ഷൂട്ട്. തണ്ടിൽ നിന്ന് ഉരുവാകുന്ന അല്ലെങ്കിൽ തണ്ടിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു പാർട്ടാണ് ഫ്ലവർ. നമ്മൾ ഒരു ബയോളജിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ദ ഷൂട്ട് കണ്ടൻസ്ഡ് ടു പെർഫോം എ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻജിയോസ്പേം. ഷൂട്ട് കണ്ടൻസ്ഡ് ആയി സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി ഉണ്ടാകുന്ന ഒരു ഓർഗൻ ആണ് ഫ്ലവർ ഇൻ ദ കേസ് ഓഫ് ബയോളജിസ്റ്റ്. എ ടിപ്പിക്കൽ ആൻജിയോസ്പേം ഫ്ലവർ കൺസിസ്റ്റ് ഓഫ്, നമ്മൾ ഒരു ടിപ്പിക്കൽ ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ലെയർ ഉണ്ടാവും. ദേ ആർ വി കോൾഡ് ആസ് ഫ്ലോറൽ അപ്പൻഡേജസ്. ദേ ആർ നെയിംലി കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. നമ്മൾ താഴെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ഫ്ലവറിൽ ദിസ് ഈസ് വി കോൾഡ് ആസ് റെസപ്റ്റാക്കിൾസ് ഓർ വി കോൾഡ് ആസ് തലാമസ്. ഇത് കാലിക്സിന് അവർ സെപ്പൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതളുകളെയാണ് സെപ്പൽസ് എന്ന് പറയുന്നത്. ടോട്ടലി വി കോൾഡ് ആസ് കാലിക്സ്. ഈ ലെയറിനെ ടോട്ടൽ നമ്മൾ കാലിക്സ് എന്ന് പറയും. ഓരോ ഇതളിനെ നമ്മൾ സെപ്പൽസ് എന്ന് പറയും. മാക്സിമം എല്ലാത്തിലും പച്ച കളറിലായിരിക്കും, ചിലതിൽ ഇത് കളർഫുൾ ആയിരിക്കും. ദെൻ കൊറോള ഈസ് മേഡപ്പ് ഓഫ് പെറ്റൽസ് കൊണ്ടാണ് കൊറോള ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ പെറ്റൽസ് കൊടുത്തിട്ടുണ്ട്. വി കോൾ ദിസ് ലെയർ ആസ് കൊറോള ആൻഡ് സിംഗിളി പെറ്റൽസ്. ദിസ് ഈസ് സെപ്പൽസ്. ദെൻ Andrecium is divided into anther and filament. Anther and filament are totally called andrecium or male part of the flower, male reproductive part of the flower. Then stigma, style and ovary are called gynoecium. This is the female reproductive part of the flower. Gynoecium, or otherwise we called as a carpel. Carpel എന്ന് പറയാം. അപ്പം നമുക്ക് ഇതാണ് സ്റ്റിഗ്മ, ഇത് പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യുന്ന പാർട്ട്. ഇത് സ്റ്റൈല്, ഇതിൻ്റെ അകത്താണ് ഓവ്യൂൾ ഇരിക്കുന്നത്. ഓവ്യൂൾ ഈസ് സറൗണ്ട് ബൈ ഓവറി. ഫ്ലവറിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നോൺ എസെൻഷ്യൽ ഓർഗൻ, അതായത് നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ഓർഗൻ അല്ലെന്ന് പറയാം, അല്ലെങ്കിൽ ആക്സറി ഓർഗൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ഓർഗൻ എന്ന് പറയാം, ഓക്കെ, ഓർ പെരിയാൻ മെമ്പേഴ്സ് എന്ന് പറയാം. എസെൻഷ്യൽ ഓർഗൻ, അതായത് റീപ്രൊഡക്റ്റീവ് വേർഡ് ഓർ സ്പോറോഫൈലസ്. അതായത് റീപ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഓർഗൻ നമ്മൾ എസെൻഷ്യൽ ഓർഗനും, റീപ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓർഗൻ നമ്മൾ നോൺ എസെൻഷ്യൽ ഓർഗൻസ് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ദ നോൺ എസെൻഷ്യൽ ഓർഗൻസ് ആർ വി കോൾഡ് as sterile part. They are we called as calyx. Calyx is made up of sepals. Corolla is made up of petals. And the fertilization part, that is we called as fertile part, is known as andrecium. Andrecium consists of stamens and gynoecium consists of carpels. അപ്പോൾ സ്റ്റെറൈൽ ഉണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, ഫെർട്ടൈൽ ഉണ്ട്.
Sterile means they cannot reproduce. Fertile means they can reproduce. ഇതാണ് അതേ ഫ്ലവറിന്റെ പാർട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ വൈറ്റ് കാണുന്നുള്ള ഇതാണ് ഓവ്യൂൾസ്. ഇതിന് ചുറ്റിയിരിക്കുന്നത് ഓവറി. ഇത് സ്റ്റൈൽ, മുകളിൽ സ്റ്റിഗ്മയുണ്ട്. ഇത് സ്റ്റാമൻ, ഇത് ഫിലമെന്റ്. ഈ കളർഫുൾ ആച്ച് നമ്മൾക്ക് നോക്കുന്നതാണ് കൊറോള. പച്ച കളറിൽ കാണുന്നത് നമ്മൾ കാലിക്സ്. ഫ്രീ ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഈവൻറ്റ്സ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുമ്പേ ഏതെല്ലാം സ്ട്രക്ചേഴ്സ്, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോകും. ഫസ്റ്റ് വി ഗോസ് ടു സ്റ്റാമൻസ് മൈക്രോസ്പൊറാഞ്ച ഓർ പോളൻ ഗ്രെയിൻസ്. സ്റ്റാമൻസിന് ഇനി ഒരു പേരാണ് മൈക്രോസ്പൊറാഞ്ച ഓർ പോളൻ ഗ്രെയിൻസ്. ഇറ്റ് ഈസ് എ മെയിൽ സെക്സ് ഓർഗൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇതിൽ ഏതെല്ലാം പാർട്ടുണ്ട്? ആന്തർ ഉണ്ട്, ഫിലമെന്റ് ഉണ്ട്. നമ്മൾ പഠിച്ചില്ലേ, ആന്തർ ഫിലമെന്റും ആണ്. ഇത് രണ്ട് പാർട്ടുള്ളത്. ആന്തർ ഈസ് എ ബ്രോഡ് നോബിൾ ലൈക്ക് ഫെർട്ടൈൽ പാർട്ട്. ആന്തർ ആണ് ഫെർട്ടൈൽ പാർട്ട്. അതൊരു നോബ് പോലെ ഇരിക്കും. A typical angiospermic anther has 2 lobes. ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പം ആന്തറിന് നോക്കിക്കഴിഞ്ഞാൽ 2 ലോബ്, 2 അറകൾ കാണും. സച്ച് ആന്തർ ആർ കോൾഡ് ഡൈതീക്കസ്. ഡൈ മീൻസ് 2, തീക്കസ് മീൻസ് ചേമ്പർ അല്ലെ. 2 ലോബ്സ് ഉണ്ട് അല്ലെ. ഈ സൈഡിൽ ഒരു ലോബ് കാണുന്നുണ്ട്, ഈ സൈഡിൽ ഒരു കാണുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ഡൈതീക്കസ്. ഇതാണ് ഒരു ടിപ്പിക്കൽ ആന്തർ. അപ്പൊ ആന്തറിന്റെ ഫിലമെന്റ് കൊടുത്തിട്ടുണ്ടല്ലേ. ഫിലമെന്റിന്റെ ഇനി ഒരു പേരെന്താണ്? സ്റ്റാക്ക്. ഇത് ആന്തർ. ആന്തറിന് കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അകത്ത് പോളൻ ഗ്രെയിൻസ് ഉണ്ട് അല്ലെ. ഇതിന് 2 സാക്ക് ഉണ്ട് അല്ലെ. അതുകൊണ്ട് ഇതിനെ ഡൈതീക്കസ് എന്ന് പറയുന്നത്. ഇവിടെ ഒന്നുണ്ട്, ഇപ്പുറത്തുണ്ട്. ഇപ്പൊ ഇതില് 4 എണ്ണം കാണിക്കുന്നു അല്ലെ. ഇവിടെ ഒരു അറയുണ്ട്, ഇവിടെ ഒരു അറയുണ്ട്, ഇവിടെ ഒരു അറയുണ്ട്, ഇവിടെ ഒരു ചേമ്പറുണ്ട്. സാധാരണ ഈ മെച്ചർ ആകുമ്പോൾ ഈ 2 ചേമ്പറും ഒന്നാവും. ഇത് രണ്ടും കൂടെ ഒന്നാവും. ഇതും ഒന്നാവും. അങ്ങനെയാണ് ഡൈതീക്കസ് ആവുന്നത്. ഫസ്റ്റ് അത് 4 ചേമ്പർ ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇത് നമ്മൾ കാർപ്പൽ എന്ന് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ കാർപ്പൽ, ഒരുപാട് ഉണ്ടെങ്കിൽ കാർപ്പൽസ്. നമുക്ക് സ്ട്രക്ചർ അറിയാം, വീണ്ടും നമ്മൾ പോകുന്നില്ല. ഡൈതീക്കസ് ആന്തർ കൺസിസ്റ്റ് ഓഫ് 4 മൈക്രോസ്പൊറാഞ്ചിയ, 2 in each. ഡൈതീക്കസ് 2 ചേമ്പർ ഉള്ള ആന്തറിൽ 4 മൈക്രോസ്പൊറാഞ്ചിയ കാണും. നമ്മളിപ്പോൾ 4 എണ്ണം കണ്ടല്ലേ, അതായത് 4 മൈക്രോസ്പൊറാഞ്ചിയ കാണും. 2 in each side. എക്സാമ്പിൾ ഡാട്ടൂറ മെറ്റൽ 4 അല്ലേ. ഇവിടെ 1, ഇവിടെ 1, 2, 3, 4 മൈക്രോസ്പൊറാഞ്ചിയ മീൻസ് പോളൻ സാക്ക്. അതിൻ്റെ അകത്താണ് പോളൻ ഗ്രെയിൻസ് ഫോം ആവുന്നത്. ഇതിന്റെ നടുവിൽ കണക്റ്റഡ് ടിഷ്യൂസ് ഉണ്ട്. ഇത് മെച്ചർ ആവുമ്പോൾ ഇത് ഒന്നാവും. അപ്പോഴാണ് ഡൈതീക്കസ് മാറുന്നത്. മോണോതീക്കസ് ആന്തർ കൺസിസ്റ്റ് ഓഫ് 2 മൈക്രോസ്പൊറാഞ്ചിയ. മോണോതീക്കസിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 മൈക്രോസ്പൊറാഞ്ചിയ ഉള്ളൂ. ഇതാണ് ആന്തർ, ഇത് മോണോതീക്കസ്, ഇത് ഹൈബിസ്കസ്. നമ്മുടെ ചെമ്പരത്തി ഉണ്ടല്ലോ, ഇതാണ് സ്റ്റിഗ്മ അല്ലേ. ഇറ്റ് ഈസ് എ സ്റ്റെറൈൽ ലോങ് സെന്റർ സ്റ്റാക്ക്. ഫിലമെന്റ് ഈസ് എ സ്റ്റെറൈൽ. ഫിലമെന്റ് ഫെർട്ടൈൽ അല്ല, സ്റ്റെറൈൽ ആണ്, ലോങ് ആണ്, സ്ലെൻഡർ സ്റ്റാക്ക് ആണ്. The proximal end of the filament is attached to the thalamus, petal or tepal. ഇതിന്റെ ഒരു സൈഡ് ഈ ഫിലമെന്റ് ഒരു സൈഡ് തലാമസിൽ അറ്റാച്ച് ആയിരിക്കും, ഇല്ലെങ്കിൽ തലാമസിൽ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും, ഇല്ലെങ്കിൽ പെറ്റൽസിൽ അറ്റാച്ച് ചെയ്തിരിക്കും, ഇല്ലെങ്കിൽ ടെപ്പൽസ്. തലാമസ് ഞാൻ ഫസ്റ്റ് ഡയഗ്രാമിൽ കാണിച്ചു അല്ലേ. പെറ്റൽസ് നമുക്കറിയാം. പെറ്റൽസ് മീൻസ് ദ കൊറോള എന്ന ലെയറിലെ സിംഗിൾ പാർട്ട് ഈസ് നോൺ ആസ് പെറ്റൽ. ടെപ്പൽസ് മീൻസ് കാലിക്സിലെ സെപ്പൽസും പെറ്റൽസും ജോയിൻ ചെയ്ത് ഫോം ആവുന്നതാണ് ടെപ്പൽസ്. ദ മെയിൽ സെക്സ് ഓർഗൻ ഇൻ ഫ്ലവർ ഈസ് കോൾഡ് ഡാഷ്. നമുക്കറിയാം ഏതാണ് മെയിൽ സെക്സ് ഓർഗൻ? വി കോൾ ഇറ്റ് ആസ് stamens. A broad knob like fertile part of the stamen is called dash. അത് നമുക്കറിയാം ആന്തർ. മോണോതീക്കസ് ആന്തർ ഈസ് സീൻ ഇൻ. മോണോതീക്കസ് ആന്തർ ഏതിലുണ്ട്? നമ്മൾ കണ്ട പിക്ചറിൽ ഹൈബിസ്കസിലുണ്ട്. ഹൈബിസ്കസ് ഇവിടെ ആൻസറിൽ കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് എ മൈക്രോസ്പൊറാഞ്ചിയ. ഇപ്പം നമ്മൾ ആ ആന്തറിന്റെ അകത്തുള്ള മൈക്രോസ്പൊറാഞ്ചിയയുടെ ഡീറ്റെയിൽസ് പഠിക്കാൻ പോകും. Structure or TS of an anther. A young anther consists of homogeneous mass. ഒരു യങ് ആന്തറിൽ എല്ലാ സെൽസും ഒരേപോലെ. ഹോമോ മീൻസ് സെയിം, homogeneous mass. Mass means group of meristematic cell. Meristematic means dividing cell called primary sporocytes. ആ സെൽസിന് ഒരു പേര് വെച്ചിട്ടുണ്ട്. ആ പേര് എന്താണ്? പ്രൈമറി സ്പോറോസൈറ്റ് സെൽസ്. അതിന് ചുറ്റി ആറുണ്ട്, ആന്തർ വാൾ ഉണ്ട്. അപ്പൊ ആന്തർ വാളിന്റെ അകത്ത് പ്രൈമറി സ്പോറോജിനസ് സെൽസ് ഉണ്ട്. ഈ പ്രൈമറി സ്പോറോജിനസ് സെൽസ് എന്ന് പറഞ്ഞാൽ മെരിസ്റ്റമെറ്റിക് സെൽ. മെരിസ്റ്റമെറ്റിക് മീൻസ് ഡിവൈഡിങ് സെൽസ് അല്ലെ. ദേ ആർ ഹോമോജിനസ്, ഒരേപോലെ ഇരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഇത്. മെരിസ്റ്റമെറ്റിക് സെൽസ് ആർ ആൾസോ പ്രസന്റ് ഇൻ ഷൂട്ട് അപ്പെക്സ് ആൻഡ് റൂട്ട് അപ്പെക്സ് ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റിന് കണ്ടിന്യൂസ് ഗ്രോ ആവും. അവിടെ ഇരിക്കുന്ന സെൽസിന്റെ പേരാണ് മെരിസ്റ്റമെറ്റിക് സെൽ. ദ പ്രൈമറി സ്പോറോജിനസ് സെൽ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ ടു എൻ ഇൻസൈഡ് ദ മൈക്രോസ്പൊറാഞ്ചിയം. ഇത് 2n കണ്ടീഷനിലുണ്ട്. 2n കണ്ടീഷൻ മീൻസ് ഡിപ്ലോയിഡ് ഇൻ കണ്ടീഷൻ. ആ n കണ്ടീഷൻ പാതി ആയിരുന്ന ഹാപ്ലോയിഡ് എന്ന് പറയും. സോ നമുക്ക് മൈക്രോസ്പൊറാഞ്ചിയത്തിലെ ഫസ്റ്റ് ഡൈതീക്കസ് ആയിരുന്നു കഴിഞ്ഞാൽ അതെന്താണ്? 4 ലോബ്സ് കാണും. ഇത് 4 ലോബ്സ് കാണിച്ചിട്ടുണ്ട്. 1, 2, 3, 4 ലോബ്. അത് മെച്ചർ ആവുമ്പോൾ എന്താവുന്നുണ്ട്? 2 ലോബ്.
ഒരു സൈഡിൽ രണ്ട് ലോകം ജോയിൻ പണി 1 2. സോ ഇറ്റ് ഈസ് വി കോൾഡ് ആസ് ഡൈത്തീക്കസ്. ഈ സൈഡാണ് അത് പൊട്ടുന്നത് അല്ലേ, പൊട്ടി വെളിയിൽ വരുന്നത്. ദാറ്റ് പാർട്ട് ഈസ് വി കോൾഡ് ആസ് സ്റ്റോമിയം. ആ സ്റ്റോമിയം ലെയർ ഇരിക്കുന്നിടത്ത് വളരെ തിന്നായിരിക്കും, അതുകൊണ്ട് അത് പെട്ടെന്ന് പൊട്ടി പോളൻ ഗ്രെയിൻസ് വെളിയിൽ വരാൻ സാധിക്കും. നമ്മൾ ഡീറ്റെയിലാണ് പഠിക്കുമ്പോൾ. ആന്തർ വാളിൽ ആരൊക്കെ ഉണ്ട്? എപ്പിഡെർമിസ്, ദ ഔട്ടർ വൺ സെൽ തിക്ക് ലെയർ, the thin wall cell present between the two pollen sac belongs to the epidermis called stomium. അപ്പോൾ സ്റ്റോമിയം നമ്മൾ നോക്കിയില്ലേ, ഇതാണ് സ്റ്റോമിയം. എന്താണ് സ്റ്റോമിയം? ഔട്ടർ വൺ സെൽ തിക്ക് വാൾ, ഒരു സെൽ തിക്ക് ലെയർ, ഒരു സെല്ല് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ലെയർ ആണ് സിംഗിൾ സെൽ ലെയർ. ദ തിൻ വാൾ സെൽ പ്രസന്റ് ബിറ്റ്വീൻ ദ ടു പോളൻ സാക്, രണ്ട് പോളൻ സാക്കിന്റെ ഇടയിൽ ഒരു ലെയറിൽ ഫോം ആവുന്ന ഒരു തിൻ ലെയർ ആണ് എന്താണ് ഈ സ്റ്റോമിയം. The function of stomium pollen sac dehiscence. ഇത് dehiscence മീൻസ് അത് പൊട്ടി pollen grains വെളിയിൽ വരാൻ വേണ്ടിയുള്ള സ്ഥലമാണ് ഇത് സ്റ്റോമിയം എന്ന് പറയുന്ന സ്ഥലം. ദിസ് ഇസ് ഔട്ടർ എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് ഫുള്ളാ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് മാത്രം വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. ആ ലെയർ ഉള്ള സ്ഥലത്തെയാണ് നമ്മൾ സ്റ്റോമിയം എന്ന് പറയുന്നത്. അത് പൊട്ടിയാണ്, അതുവഴിയാണ് pollen grains വെളിയിൽ വരുന്നത്. then അടുത്ത ലെയർ ഇല്ല, അപ്പൊ വെളിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? എപ്പിഡെർമിസ് ഉണ്ട്. എപ്പിഡെർമിസ് പഠിച്ചു. അടുത്ത് അകത്തിരിക്കുന്ന ലെയർ ആണ് എൻഡോത്തീഷ്യം. ദ സെൽസ് ഓഫ് ദിസ് ലെയർ ഹാവ് cellulosic fiber thickness arising from the intertangential wall which help in dehiscency of anther due to hydroscopic nature. ഇത് ഹൈഡ്രോസ്കോപ്പിക് നേച്ചർ ഉള്ളത് കൊണ്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ അകത്ത് എടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് പൊട്ടിക്കാൻ പറ്റും. എവിടെ പൊട്ടിക്കാൻ പറ്റും? ഈ സ്റ്റോമിയം പൊട്ടിക്കാൻ. സോ സെൽസ് ഓഫ് ദിസ് ലെയർ ആർ സെല്ലോസിക് ഫൈബർ. ഇത് സെല്ലോസിക് ഫൈബർ ഉണ്ടാക്കിയിരിക്കുന്ന ലെയർ ആണ്. ഇത് ഇന്നർ ടാൻജന്റൽ വാൾ വിച്ച് ഹെൽപ്പ് ഇൻ ഡെഹിഷൻസ്. ഡെഹിഷൻസ് മീൻസ് പൊട്ടിക്കാൻ ഓഫ് ആന്തർ ഡ്യൂ ടു ദെയർ ഹൈഡ്രോസ്കോപ്പിക് നേച്ചർ. സെക്കൻഡ് ലെയർ ഈസ് നോൺ ആസ് എൻഡോത്തീഷ്യം. ദെൻ മിഡിൽ ലെയറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 1 to 3 ലെയേഴ്സ് ഓഫ് സെൽസ് കാണാം. ദെയർ എപ്പിമെറൽ. ദിസ് ലെയർ ആർ ഡിജനറേറ്റീവ് അറ്റ് മെച്ചർ ആകുമ്പോൾ ഈ സെൽസ് എല്ലാം ഡീജനറേറ്റ് ആവും. ഡീജനറേറ്റ് മീൻസ് ഡിസ്ട്രോയ് ആയി പോകും. അപ്പം നമുക്ക് മിഡിൽ ലെയർ അല്ലേ, മിഡിൽ ലെയർ എന്ന് പറഞ്ഞാൽ ഇതാ കാണിച്ചിട്ടുണ്ട് അല്ലേ, ഇതാണ് മിഡിൽ ലെയർ. മിഡിൽ ലെയറിൽ നോക്കിക്കഴിഞ്ഞാൽ 1 മുതൽ 3 ലെയർ വരെയുള്ള സെൽസ് കൊണ്ട് ഫോം ആവുന്നതാണ് ഈ മിഡിൽ ലെയർ. ഈ മിഡിൽ ലെയർ മെച്ചർ ആവുന്ന ആന്തറിൽ കാണൂല. എന്തെന്ന് പറഞ്ഞാൽ അത് ഡീജനറേറ്റ് ആയി പോകും. ദെൻ ടപ്പീറ്റിയം, ദ ഇന്നർ മോസ്റ്റ് ലെയർ അല്ലേ, അകത്തുള്ള ലെയർ ആണ് ടപ്പീറ്റിയം ഓഫ് ആന്തർ വാൾ വിച്ച് സറൗണ്ട് ദ സ്പോറോജിനസ് സെൽ. സ്പോറോജിനസ് ടിഷ്യൂസിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ലെയർ ആണ് ടപ്പീറ്റിയം. ടപ്പീറ്റിയം നറിഷ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. അകത്തിരിക്കുന്ന പോളൻ ഗ്രെയിൻസിനെ ഊട്ടി വളർത്തുന്നത് അല്ലെ, അതിന് ആഹാരം കൊടുത്ത് വളർത്തുന്ന ആര്? ടപ്പീറ്റിയം. ദ സെൽസ് ഓഫ് ദ ടപ്പീറ്റിയം പോസസ് ഡെൻസ് സൈറ്റോപ്ലാസം ജനറലി ഹാവ് മോർ ദാൻ 1 ന്യൂക്ലിയസ്. ഇതിന് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് എടുക്കും. അപ്പൊ ഇത് പോളി ന്യൂക്ലിയർ സെൽസ്. അപ്പൊ ഇതിന്റെ അകത്ത് നിറയെ ന്യൂക്ലിയസ് എടുക്കും. അപ്പൊ ഇത് പോളിപ്ലോയിഡി അറ്റൻഡ് ചെയ്യും. അപ്പം ടപ്പീറ്റിയം ഈസ് പോളിപ്ലോയിഡി. മാർക്ക് ടപ്പീറ്റിയം എന്താണ്? പോളിപ്ലോയിഡി ആണ്. ബാക്കിയെല്ലാം എന്താണ്? 2n കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ടപ്പീറ്റിയം ഈസ് പോളിപ്ലോയിഡ്. ടപ്പീറ്റിയം ഈസ് ഇന്നർ ലെയർ. അപ്പൊ നമ്മൾ വെളിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഔട്ടർ ലെയർ 1 എപ്പിഡെർമിസ്, 2 എൻഡോത്തീഷ്യം, 3 മിഡിൽ ലെയർ, 4 ടപ്പീറ്റിയം. 4 ലെയർ. നാലാമത്തെ ലെയറിന്റെ അകത്താണ് ആറുള്ളത്? മൈക്രോസ്പോറോജിനസ് മദർ സെൽസ് ഉള്ളത്. സ്പോറോജിനസ് ടിഷ്യൂ. ഈച്ച് സെൽസ് ഓഫ് ദ സ്പോറോജിനസ് ടിഷ്യൂ, അകത്തിരിക്കുന്ന ടിഷ്യൂ ഈസ് കാപ്പബിൾ ഓഫ് ഗിവിംഗ് റൈസ് ടു മൈക്രോസ്പോർ ടെട്രാ. ഇത് ഓരോ സെല്ലിനും 4 സെല്ല് ഫോം ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. Therefore, each one is potential pollen mother cell. The process of formation of microspore from a pollen mother cell or microspore mother cell through meiosis is called microsporogenesis. അപ്പോൾ നമുക്ക് ഇവിടെ മിയോസിസ് എന്താണെന്ന് അറിയണം. മിയോസിസ് എന്താണെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് മൈറ്റോസിസ് എന്താണെന്ന് അറിയണം. മൈറ്റോസിസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സെൽ ഡിവിഷൻ. നമ്മൾ വളരാനും അല്ലെങ്കിൽ പ്ലാന്റ്സ് വളരാനും നമ്മളെ ബോഡിയിൽ ഇരിക്കുന്ന സെൽസ് ഡിവൈഡ് ആയി അതിന്റെ എണ്ണം കൂട്ടും. അതാണ് മൈറ്റോസിസ്. അതിനെ നമ്മൾ നോർമൽ ഡിവിഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് എ നോർമൽ ഡിവിഷൻ. നോർമൽ ഡിവിഷൻ ഓർ അതർവൈസ് നോൺ ആസ് ഈക്വൽ ഡിവിഷൻ. ഇതിനുകൊണ്ടാണ് നമുക്ക് ഗ്രോത്ത് നടക്കുന്നത്. ഓക്കെ വാ. മിയോസിസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ റിഡക്ഷൻ ഡിവിഷൻ. റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇതിലെ ക്രോമസോം എത്രയുണ്ടോ അതിന്റെ പാതി, ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം ഇൻ ദ യങ് സെൽ. ഹാഫ് നമ്പർ എന്താണ്? ഓഫ് ക്രോമസോം. ക്രോമസോം പാതി നമ്പർ ആയിട്ട് ഡിവൈഡ് ആവും. ആരില്? യങ് സെൽ. മൈറ്റോസിസില് ഒരു സെല്ല് ഡിവൈഡ് ആയാൽ നമുക്ക് എന്ത് കിട്ടും? 2 സെല്ല് കിട്ടും. ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും.
അതായത് ഇവിടെ 2n കണ്ടീഷൻ ആയിരുന്ന ഇതും 2n ആയിരിക്കും, ഇതും 2n ആയിരിക്കും. ആ മിയോസിസില് ഒരു സെല്ല് ഡിവൈഡ് ആവുമ്പം ഒരു സെല്ല് എന്താവുന്നുണ്ട് 2n കണ്ടീഷൻ. ഈ സെല്ല് ഡിവൈഡ് ആവുമ്പോൾ നമുക്ക് 2 സെല്ല് കിട്ടും. ഈ 2 സെല്ല് ക്രോമസോം പാതിയാവും, n കണ്ടീഷൻ ആവും. These 2 cells undergo normal mitosis. വീണ്ടും ഇത് നോർമൽ മൈറ്റോസിസ് നടക്കും. അപ്പം നമുക്ക് ഒരു സെല്ലിൽ നിന്ന് എത്ര സെല്ല് കിട്ടും? 4 സെല്ല് കിട്ടും. സോ മൈറ്റോസിസ് ഡിവൈഡ് ഇൻടു മിയോസിസ് ഡിവൈഡ് ഇൻടു മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. Meiosis 1 is known as reduction division and meiosis 2 is known as normal division. ഇത് സെൽ ഡിവിഷനിൽ നിങ്ങൾ +1 പഠിച്ചു കാണും. സെൽ ഡിവിഷൻ ഇല്ലെങ്കിൽ അവിടെ നോക്കിയാൽ അറിയാം. അത് പഠിച്ചിട്ട് വന്നാൽ എളുപ്പമായിരിക്കും. The microspores are arranged in cluster to four cells called microspore tetrads. അപ്പം നമുക്കറിയാം മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട് ഇല്ലേ? മിയോസിസ് 1 ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം, അതായത് ഒരു സെൽ 2 ഡിവൈഡ് ചെയ്യും. മിയോസിസ് 2 4 അല്ലേ? അതായത് 2 സെല്ല് വീണ്ടും 2 ഡിവൈഡ് ആകും, 4 കിട്ടും. നമുക്ക് അങ്ങനെ ആഫ്റ്റർ മിയോസിസ് വി ഗെറ്റ് 4 ഹാപ്ലോയിഡ് സെൽസ്. നമുക്ക് 4 ഹാപ്ലോയിഡ് സെൽസ് കിട്ടും. മനസ്സിലായല്ലോ? അത് pollen grains generally spherical, measured about 25 to 50 microns എന്തിരിക്കും ഡയമീറ്റർ കാണും. അത് വളരെ ചെറുതായിരിക്കും pollen grains. The cell wall of the pollen grains is a sporodome which consists of 2 layers. ഇതിന്റെ സെൽ വാളിൽ സ്പോറോഡോം ഉണ്ട്. അത് ഹാർഡ് ലെയർ കോൾഡ് മേഡ് അപ്പ് ഓഫ് എക്സ്റ്റേൺ ആൻഡ് ഇന്റേൺ. ഈ സ്പോറോഡോം എന്ന് പറയുന്നത് ഹാർഡ് ലെയർ. ആ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് എക്സ്റ്റേൺ ഇന്റേൺ എന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പോളൻ ഗ്രെയിൻസ് പെട്ടെന്ന് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. വെളിയിൽ എക്സ്റ്റേൺ ഉണ്ട്, അകത്ത് ഇന്റേൺ ഉണ്ട്. എക്സ്റ്റേൺ ഈസ് മേഡ് അപ്പ് ഓഫ് സ്പോറോപൊളനിൻ. എക്സ്റ്റേൺ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്പോറോപൊളനിൻ. സ്പോറോപൊളനിൻ എന്താണ്? ഇറ്റ് ഈസ് എ ഫാറ്റി സബ്സ്റ്റൻസ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽസ് നോൺ. നമുക്ക് അറിയാവുന്നതില് റെസിസ്റ്റൻസ് പവർ കൂടിയ ഒരു ഓർഗാനിക് മെറ്റീരിയലാണ് ഈ സ്പോറോപൊളനിൻ ഓർ ഫാറ്റി സബ്സ്റ്റൻസ്. എക്സൻ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഹൈ ടെമ്പറേച്ചറിൽ ഇത് ഡാമേജ് ആവൂല. സ്ട്രോങ് ആസിഡ് ഓർ ആൽക്കലൈൻ ഡാമേജ് ആവൂല. നോ എൻസൈം, നമ്മുടെ ബോഡിയിൽ എൻസൈമിനൊന്നും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇതിന് ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് എന്ന് പറയുന്നത് മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ. ഏതാണ് മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ? സ്പോറോപൊളനിൻ. It is a fatty substance. Because the presence of sporopollenin, the pollen grains of the past plant were preserved as fossil. ഈ സ്പോറോപൊളനിൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ ഫോസിലായിട്ട്, ഫോസിൽ നമുക്കറിയാം അല്ലേ, വർഷങ്ങളായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. The pollen grain extend has prominent aperture called germ pore. അവിടെ ഒരു അപ്പാച്ചർ ഉണ്ട്, ഒരു ഓപ്പണിംഗ് ഉണ്ട്. അത് ഓപ്പണിംഗിന്റെ പേരാണ് germ pore. Where sporopollenin is absent. അവിടെ മാത്രം സ്പോറോപൊളനിൻ കാണില്ല. അതായത് pollen grains ഒരു ചെറിയ പാർട്ടില് സ്പോറോപൊളനിൻ ഇല്ല. ഇന്ത്യൻ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലോസ് ആൻഡ് പെക്റ്റിൻ. ഇന്ത്യൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്? സെല്ലോസ് പെക്റ്റിൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഡെവലപ്മെന്റ് ഓഫ് എ ഗാമറ്റോഫൈറ്റ്. ദ മൈക്രോസ്പോർ ഈസ് ദ ഫസ്റ്റ് സെൽ ഓഫ് ദ മെയിൽ ഗാമറ്റ്. അപ്പം മൈക്രോസ്പോർ ആണ് മെയിൽ ഗാമറ്റിലെ ഫസ്റ്റ് സെൽ. ദ ജെർമിനേഷൻ ഓഫ് മൈക്രോസ്പോർ സ്റ്റാർട്ട് ഇൻ സൂട്ട് ഇൻ മദർ പ്ലേസ്. മൈക്രോസ്പോർ മേ ബി ദ ബെസ്റ്റ് ഡിഫൈൻഡ് ആസ് എ പാർഷ്യലി ഡെവലപ്ഡ് മെയിൽ ഗാമറ്റ്. മൈക്രോസ്പോർ നമ്മൾ പാർഷ്യലി ഡെവലപ്ഡ് മെയിൽ ഗാമറ്റ് എന്ന് പറയാം. മൈക്രോസ്പോർ ഡിവൈഡ് മൈറ്റോളജി ഇൻടു ലാർജ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് സ്മോൾ ജനറേറ്റീവ് സെൽ. അപ്പോൾ നമുക്ക് മൈക്രോസ്പോർ ഫോം ആയി. മൈക്രോസ്പോർ മിയോസിസ് വഴിയാണ് നമുക്ക് ഫോം ആയത്. മൈക്രോസ്പോറോജനസ് മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോർ ഫോം ആയി. ഇപ്പൊ ഇത് ഹാപ്ലോയിഡ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അണ്ടർ മൈറ്റോട്ടിക്കലി, മൈറ്റോട്ടിക്കൽ മീൻസ് നോർമൽ ഡിവിഷനിൽ ഒരു വലിയ വെജിറ്റേറ്റീവ് സെല്ലും ഒരു ചെറിയ ജനറേറ്റീവ് സെല്ലും ഫോം ആവുന്നു. ജനറേറ്റീവ് സെൽ ഈസ് സ്പിൻഡിൽ ഷേപ്പ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ജനറേറ്റീവ് സെല്ല് സ്പിൻഡിൽ ഷേപ്പ് ആയിരിക്കും. അതിന് എന്തുണ്ട്? ഡെൻസ് സൈറ്റോപ്ലാസവും ഒരു ന്യൂക്ലിയസും ഉണ്ട്. ഇതാണ് ജനറൽ പോർ. ഒരു ചെറിയ ഓട്ടമുണ്ട്. ഇവിടെ സ്പോറോപൊളനിൻ ഇല്ല, ബാക്കിയെല്ലാം കവർ ആയിരിക്കുകയാണ്. ഇവിടെ മാത്രം ആ കവറിംഗ് ഇല്ല. എക്സൈൻ ഉണ്ട്, ഇന്റൈൻ ഉണ്ട്, ന്യൂക്ലിയസ് ഈസ് ദേർ, സൈറ്റോപ്ലാസം ഈസ് ദേർ. പോളിനേഷൻ ടേക്ക് പ്ലേസ് അറ്റ് 2 cell stage in 60% of ആൻജിയോസ്പേം. അപ്പം 60% ഓഫ് ആൻജിയോസ്പേമിൽ 2 cell stage, അതായത് ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും, അങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നത്. ഓക്കെ, റിമൈനിങ് സ്പീഷീസിൽ നോക്കിക്കഴിഞ്ഞാൽ 40% നോക്കിക്കഴിഞ്ഞാൽ 3 cell stage. 3 cell സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു വെജിറ്റേറ്റീവ് സെല്ലും 2 ജനറേറ്റീവ് സെല്ലും കാണാൻ പറ്റും. 1 വെജിറ്റേറ്റീവ് സെൽ ആൻഡ് 2 ജനറേറ്റീവ് സെൽ. അപ്പം നമുക്ക് 3 സെല്ലായിരിക്കുന്നില്ല. അപ്പം ആ 40%-ൽ 3 cell സ്റ്റേജിലാണ് കാണുന്നത്, ബാക്കി എല്ലാത്തിൽ 2 cell സ്റ്റേജിലാണ് കാണുന്നത്. ദ ഫർദർ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ഗാമറ്റ് ടേക്ക് പ്ലേസ് ഓൺ സ്റ്റിഗ്മ. അടുത്ത ഡെവലപ്മെന്റ് എല്ലാം എവിടെ പോയിട്ട് നടക്കും? സ്റ്റിഗ്മയിൽ പോയതിനു ശേഷമേ നടക്കുള്ളൂ. ദ പോളൻ ഗ്രെയിൻ എക്സ്പാൻഡ് ബൈ അബ്സോർബിംഗ് ലിക്വിഡ് ഫ്രം ദ മോയിസ്റ്റ് സർഫസ് ഓഫ് ദ സ്റ്റിഗ്മ.
സിഗ്മയിൽ നിന്ന് മോയിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വലിച്ചെടുത്ത് ഇത് എക്സ്പാൻഡ് ആവുന്നുണ്ട്. സിഗ്മ എന്തെല്ലാം കൊടുക്കുന്നുണ്ട്, ബോറോൺ, ഷുഗർ, അമിനോ ആസിഡ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം അല്ലേ, ഇതാ ഒരു മൈക്രോസ്പോറോസൈറ്റ് അല്ലേ, ഇത് അണ്ടർഗോ മിയോസിസ് 4 സെല്ല് ഫോം ആവുന്നുണ്ട്. അങ്ങനെ നമുക്ക് നിറയെ പോളൻ ഗ്രെയിൻസ് കിട്ടുന്നുണ്ട്. ഈ പോളൻ ഗ്രെയിൻസിന്റെ സാക്ക് പൊട്ടി ആ മൈക്രോസ്പോർ എൻ സെൽ അല്ലേ, എൻ സെൽ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ സ്റ്റിഗ്മയിൽ വന്ന് ഫാൾ ആവുന്നുണ്ട്. സ്റ്റിഗ്മയിൽ ഫാൾ ആവുന്ന ആ ജനറേറ്റീവ് സെല്ല്, സ്റ്റിഗ്മയിൽ ഫാൾ ആവുന്ന പോളൻ ഗ്രെയിൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജനറേറ്റീവ് സെല്ലും ഉണ്ട്, ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്. അല്ലെങ്കിൽ ഒരു ജനറേറ്റീവ് ന്യൂക്ലിയസ് ഉണ്ട്, വെജിറ്റേറ്റീവ് സെല്ലല്ല, ഒരു ജനറേറ്റീവ് ന്യൂക്ലിയസ് ഉണ്ട്, വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ഉണ്ട്. ഇതിലൊന്ന് ഫാൾ ആവുന്നതും അബ്സോർബ് ദ ലിക്വിഡ്, ലിക്വിഡിൽ എന്തൊക്കെ ഉണ്ടാവും, ബോറോൺ, ഷുഗർ, അമിനോ ആസിഡ് അബ്സോർബ് ചെയ്തിട്ട് ഇതിൽ നേരത്തെ ഒരു ദോരം ഉണ്ടല്ലേ, ദോരം, അതായത് സ്പോറോപൊളനിൻ ഇല്ലാത്ത ഒരു ചെറിയ പാർട്ട് ഉണ്ടല്ലേ, ആ പാർട്ട് വഴി ഒരു ട്യൂബ് ഫോം ആവും. ദാറ്റ് ഈസ് വി കോൾ ആസ് പോളൻ ജെർമിനേഷൻ. ആ പോളൻ ജെർമിനേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം നമുക്ക് ഒരു വെജിറ്റേറ്റീവ് സെല്ലും 2 റീപ്രൊഡക്റ്റീവ് സെല്ലും അല്ലെങ്കിൽ ജനറേറ്റീവ് സെല്ലും ഉണ്ടെങ്കിൽ അത് ആ ട്യൂബ് വഴിയാ താഴോട്ട് വരും. അപ്പം പോളൻ ട്യൂബ് എങ്ങനെയാണ് ഫോം ആവുന്നത്, ഇന്ത്യൻ ഉണ്ടല്ലോ, ഇന്ത്യൻ കം ഔട്ട് ടു ഫോം പോളൻ ട്യൂബ് ഓഫ് ജെർമിനൽ പോർ. അവിടെ ഒരു പോർ എന്ന് പറഞ്ഞല്ലേ, ഒരു ദോരം ഉണ്ടെന്ന് പറഞ്ഞ് സ്പോറോപൊളനിൻ ഇല്ലാത്ത ആ ദോരത്തിലൂടെ ആര് വളരും, താഴോട്ട്, ഇന്ത്യൻ താഴോട്ട് വളരും. ഇന്ത്യൻ താഴോട്ട് വരുന്ന ആ ട്യൂബിന്റെ പേരാണ് പോളൻ ട്യൂബ്. The pollen grains are either monocyphers with 1 pollen tube or polycyphers with more than 1 pollen tubes. ചിലതിൽ ഒരു പോളൻ ട്യൂബ് കാണും, ചിലതിൽ ഒന്നിൽ കൂടുതൽ പോളൻ ട്യൂബ് കാണും. ഒന്ന് മാത്രം ഉണ്ടായിരുന്ന മോണോസൈഫസ് എന്ന് പറയും. കൂടുതൽ പോളൻ ട്യൂബ് ഉണ്ടായിരുന്ന that is we call as polycyphers. Monocyphus is seen in Cucurbitaceae family. Polycyphus is seen in Malvaceae family. അല്ല, ഇതിൽ നിറയെ പോളൻ ഗ്രേൻസ് വരുന്നുണ്ട്, ഇതിൽ ഒന്ന് വരുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ജനറേറ്റീവ് സെൽ എന്ന് പറഞ്ഞല്ല, ജനറേറ്റീവ് സെൽ ഒന്നാണ് ഉള്ളത് എങ്കിൽ പോളൻ ഗ്രെയിൻ അതായത് സ്റ്റിഗ്മയിൽ ഫാൾ ആയതിനു ശേഷം അത് മൈറ്റോഡിക്കലി ഡിവൈഡ് ടു ഫോം 2 മെയിൽ ഗാമേറ്റ്. അതായത് ജനറേറ്റീവ് സെൽ മെയിൽ ഗാമേറ്റ് ഓർ സ്പേം എന്ന് പറയുന്നത് അത് 2 ന്യൂക്ലിയസ് ആണ് ഡിവൈഡ് ചെയ്യും. ചിലതിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്ന 2 ജനറേറ്റീവ് സെൽ ഉണ്ട് എങ്കിൽ പിന്നെ അത് ഡിവൈഡ് ചെയ്യില്ല. ദ മെയിൽ ഗാമേറ്റ് ആർ നോൺ മോർട്ടൽ. നോൺ മോർട്ടൽ എന്ന് പറഞ്ഞാൽ ഇതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അമീബോയിഡ്. ദേ ആർ സ്ലൈറ്റ്ലി അൺയൂക്വൽ സൈസ് അൺയൂക്വൽ ആയിരിക്കും. അറ്റ് ദിസ് 3 സെൽ സ്റ്റേജ് ദ പോളൻ കാർഡ് ഈസ് കോൾഡ് മെച്യൂർ മെയിൽ ഗാമേറ്റ്. ഇപ്പം ഇതിന്റെ അകത്തുള്ള ഈ ന്യൂക്ലിയസ് അല്ലേ, ന്യൂക്ലിയസ് നോക്കിക്കഴിഞ്ഞാൽ അൺയൂക്വൽ ആയിരുന്ന സൈസ് ഈ 3 ന്യൂക്ലിയസ് അതിന്റെ അകത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 സെൽസ് ഉണ്ടെങ്കിൽ നൗ ദ പോളൻ ഗ്രെയിൻസ് ഈസ് നോൺ ആസ് മെച്യൂർ മെയിൽ ഗാമറ്റോഫൈറ്റ്. ഇപ്പൊ നമ്മൾ അതിനെ മെച്യൂർ മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയും. 2 എണ്ണം ഉണ്ടായിരുന്ന ഇമ്മെച്യൂർ. അപ്പോൾ ഒരു പോളൻ ഗ്രെയിൻസ് അതിനകത്ത് ജനറേറ്റീവ് സെല്ലും ഉണ്ട്, ഒരു ട്യൂബുലർ ന്യൂക്ലിയസ് ഓർ വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്. ഇപ്പം ഇത് 2 സെൽ അല്ലേ, 2 സെല്ലിലാണ് ഈ പോളൻ ഗ്രെയിൻ വരുന്നത്. ഇത് ഫാൾ ആയതിനു ശേഷം ഡിവൈഡ് ആയി എന്ത് ചെയ്യുന്നുണ്ട്, 3 സെല്ലാ മാറുന്നുണ്ട്. 1, 2, 3 ന്യൂക്ലിയസ് മാറുന്നുണ്ട്. The function of a pollen tube is to carry the non-motile sperm or vegetative nucleus enter first to the pollen tube and vestigial structures are soon disintegrated. അപ്പൊ ഈ പോളൻ ട്യൂബിന്റെ ജോലി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ മോട്ടൽ അല്ലേ, മൂവ് ചെയ്യാൻ പറ്റാത്ത സ്പേമിന്, അതായത് സ്പേം ഈസ് അതർവൈസ് നോൺ ആസ് ജനറേറ്റീവ് സെൽ, അതിന് എവിടെ കൊണ്ടുവരണം, ഓവറിക്കകത്ത് കൊണ്ടുവരണം. ദ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് എൻ്റർ ഫസ്റ്റ് ഇൻ ദ പോളൻ ട്യൂബ്. പോളൻ ട്യൂബിൽ ആദ്യം എൻ്റർ ആവുന്നത് ആരാണ്, വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ്. ആൻഡ് ഈസ് വെസ്റ്റിജിയൽ, അതൊരു വെസ്റ്റിജിയൽ സ്ട്രക്ചർ, അത് സൂൺ ഡിസിൻറ്റഗ്രേറ്റ്, അത് ഡിസ്ട്രോയ് പോകും. ദ ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ് ഈസ് കീമോട്രോപിക്. കീമോട്രോപിക് മീൻസ് the growth is towards chemical. So chemotropic, what is chemotropic? The growth is towards chemical. Phototropic, the growth is towards light. Move towards chemical substance. Apical and confound the tip of the pollen tube. അപ്പം ഈ പോളൻ ട്യൂബ് സ്റ്റിഗ്മയിൽ ഫാൾ ആയതിനു ശേഷം അത് എങ്ങോട്ട് ഗ്രോ ആയി പോകണം എന്നത് ആ കെമിക്കലിന്റെ അട്രാക്ഷൻ ബേസ് ചെയ്തിരിക്കും. ഇപ്പൊ ഈ ഡയഗ്രാം നോക്കി അറിയാം, പോളൻ ട്യൂബ്സിൽ 3 ന്യൂക്ലിയസ് ഉണ്ട്, 2 എണ്ണത്തിന് ഒരു സ്പേം സെൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് ജനറേറ്റീവ് സെൽ. ഫസ്റ്റ് വൺ ഈസ് വെജിറ്റേറ്റീവ് സെൽ. വെജിറ്റേറ്റീവ് സെല്ല് പെട്ടെന്ന് തന്നെ എന്താവും, ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകും. പോളൻ ഗ്രെയിൻസ് ഓഫ് മെനി സ്പീഷീസ് എസ്പെഷ്യലി അനിമോഫിലസ് പ്ലാന്റ് കാസ് സെവറൽ അലർജി ആൻഡ് ബ്രോങ്കൈറ്റിസ് അഫ്ലിയേഷൻ ഇൻ സം പീപ്പിൾസ്. ഈ പോളൻ ഗ്രെയിൻസ് ഡസ്റ്റ് പോലെ വളരെ മൈന്യൂട്ട് ആണല്ലേ, അത് ഈ കാറ്റിൽ പറന്നു വരും. കാറ്റിൽ പറന്നു നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അലർജി വരാൻ സാധ്യതയുണ്ട്. അലർജി ലീഡ്സ് ടു ആസ്മ. അതേപോലെ ഒരു വീഡ് ഈസ് നോൺ ആസ് പാർത്തീനിയം ഹിസ്റ്റോഫോറസ്, ഈസ് നോൺ ആസ് carrot grass, commonly known as carrot grass, came to India as a contaminant with improved wheat. Okay, improved wheatന്റെ കൂടെ ഒരു വീടായിട്ട് അല്ലെങ്കിൽ കണ്ടാമിനന്റ് ആയിട്ടാണ് അകത്ത് നമ്മൾ ഇന്ത്യയിൽ വന്നത്. അത് നമുക്ക് എന്ത് കാസ് ചെയ്യുന്നുണ്ട്, ആസ്മ കാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആസ്മ കാസ് ചെയ്യുന്നത് എന്നത് പാർത്തീനിയം
hystophorus. Advantage of pollen grains. Pollen grains are rich in nutrition. Pollen grain എന്ത് ചെയ്യുന്നുണ്ട്, നിറയെ ന്യൂട്രീഷൻസ് ഉണ്ട്. They are taking as tablet and syrups to improve health. നമ്മൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ടാബ്ലറ്റ്സ് ആയിട്ടും സിറപ്പായിട്ടും നമുക്ക് എടുക്കാം. pollen products, pollen നമ്മൾ എന്തെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. pollen consumption has been claimed to enhance the performance of athletic and race horse. അത്ലറ്റിക്സിനും റേസ് ഹോഴ്സ്, നമ്മൾ റേസിന് യൂസ് ചെയ്യുന്ന ഹോഴ്സിനെല്ലാം ഈ പോളൻ വന്നിട്ട് ആഹാരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വയബിലിറ്റി. ദി പീരീഡ് ഫോർ വിച്ച് pollen grains retain the ability to germinate is called pollen viability. അതായത് പോളൻ ആന്തർ പൊട്ടി pollen grains വെളിയിൽ വന്നതിന് ശേഷം അതിന് എത്ര സമയത്തിനകത്ത് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് പോളന്റെ വയബിലിറ്റി. ഇൻ സീരിയൽസ് ലൈക്ക് റൈസ്, വീറ്റ്, pollen viability is 30 minutes. അപ്പം റൈസ്, വീറ്റ്, അതായത് പാഡി, ഇതിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ 30 മിനിറ്റിനകത്ത് എന്ത് ചെയ്യണം, അത് ഗ്രോ ആവണം, അല്ലെങ്കിൽ അത് ഡിസ്റ്റോ ആവും. വൈൽ റോസേസിയ, ലെഗുമിനസ് ആൻഡ് സൊളനേസിയ അപ് ടു സെവറൽ മന്ത്സ്. ഇത് സെവറൽ മന്ത്സ്, ഒരുപാട് മാസങ്ങളോളം ഒന്നും പറ്റാതെ അത് അങ്ങനെ ഇരിക്കും. അതിനുശേഷം അതിന് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് റൈസ്, വീറ്റിലെല്ലാം അത് 30 മിനിറ്റിനകത്ത് എന്ത് ചെയ്യാം, ജെർമിനേറ്റ് ചെയ്യണം. ക്രയോ പ്രിസർവേഷൻ ബൈ ലിക്വിഡ് നൈട്രജൻ. pollen grains can be cryopreserved in liquid nitrogen. അതായത് -196°C നമുക്ക് pollen grains-നെ എന്ത് ചെയ്യാൻ പറ്റും, സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും, അല്ലേ? That is we called as a pollen bank. That process we called as a cryopreservation. At a typical angiospermic anther is bilobe and a tetragonal consists of 4 microsporangia. Correct, അല്ലേ? What is the ploidy of cells of microspore tetrad? Microspore tetrad ploidy എന്താണ്? Microspore tetrad, that is haploid, അല്ലേ? ടെട്രാഡ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന് 4 സെൽ ഫോം ആവും, അണ്ടർഗോ മിയോസിസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വീഡ് ഹാസ് ബിക്കം എ മേജർ കാസ് ഓഫ് അലർജി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ അലർജി കാസ് നമ്മൾ പഠിച്ചില്ലേ, പാർത്തീനിയം. ഇന്ത്യൻ ഈസ് മേഡ് അപ്പ് ഓഫ്, ഇന്ത്യൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? പെക്റ്റിൻ ആൻഡ് സെലുലോസ്. എക്സൈൻ ആണ് പോളൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പോളൻ വയബിലിറ്റി ഫോർ റൈസ് ആൻഡ് വീറ്റ് നമുക്കറിയാം, അല്ലേ? 30 minutes. സോ നെക്സ്റ്റ് വി ഗോസ് ടു പിസ്റ്റിൽ, ovule and embryos. Pistil is known as a female sex organ or otherwise known as a carpel. The gynoecium may consist of a single pistil. ഒരു pistil അല്ലെങ്കിൽ ഒരു carpel ഇരുന്ന, that is we called as a monocarpellary. Mono means single, carpellary means or carpel means അതിൽ ആരെല്ലാം ഉണ്ട്? sigma, style and ovary. Or may have more than one pistil, they are known as a multicarpellary. Multi means more than one pistil or carpus. നമ്മുടെ ഡയഗ്രാമിൽ ഉണ്ട്. ഇതിൽ എന്താണ്? ഒരു ഓവറി, ഒരു സ്റ്റൈല്, ഒരു സ്റ്റിഗ്മ. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് ഓവറി, നമ്പർ ഓഫ് സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. സോ ദിസ് ഈസ് വി കോൾഡ് as B is we called as multi carpellary, B is we called as multi carpellary and A is known as mono carpellary. ഇപ്പൊ നമുക്ക് പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ ഒന്നിൽ കൂടുതലുണ്ട്, അത് ഫ്യൂസ് ചെയ്ത് വന്ന, that is we called as syncarpus. മോണോ കാർപ്പലറി നമ്മൾ നോക്കി, മൾട്ടി കാർപ്പലറി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ സിൻകാർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലുണ്ട്, അത് ഫ്യൂസ് ചെയ്ത് വരുന്നത്. എക്സാമ്പിൾ ഹൈബിസ്കസ്, ചെമ്പരത്തിൽ നമുക്ക് നോക്കാം, പാപ്പാവറിൽ നമുക്ക് കാണാം. ഓർ മെനി മേ ബി ഫ്രീ ആയിട്ടിരുന്ന കോൾഡ് എപ്പോകാർപ്പസ്. അപ്പം ഫ്യൂസ് ആയിട്ടിരുന്ന സിൻകാർപ്പസ് ഒരുപാടുണ്ട്, പക്ഷെ അത് ഫ്രീ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് എപ്പോകാർപ്പസ്. അനോണ, മൈക്ലിയ, ഇതെല്ലാം നമുക്കത് കാണാം. പെൻഡാകാർപ്പലറി, സിൻകാർപ്പസ്, പിസ്റ്റിൽ ഓഫ് ഹൈബിസ്കസിൽ എന്ത് ചെയ്യുന്നുണ്ട്? 5 1 2 3 4 5 കാർപ്പലറി ഉണ്ട്. അത് സിൻകാർപ്പസ് ഫ്യൂസ് ആയിട്ടിരിക്കുകയാണ് അകത്ത്. പിസ്റ്റിൽ ഓഫ് ഹൈബിസ്കസ്. മൾട്ടി കാർപ്പലറി, എപ്പോകാർപ്പസ്, ഗൈനീഷ്യം ഓഫ് മൾട്ടി കാർപ്പലറി, എപ്പോകാർപ്പസ്, ഗൈനീഷ്യം ഓഫ് മൈസീലിയ. നമ്മൾ ഡിസെക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചെമ്പരത്തി പൂവിന്റെ അകത്ത് നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റിഗ്മ, അല്ലെ? 5 സ്റ്റിഗ്മ കട്ടും. ഒരു നമുക്ക് സ്റ്റൈലെ കാണാൻ പറ്റും. ഓവറി, അതിന്റെ അകത്ത്, അതിന്റെ താഴെ തലാമസ് ഉണ്ട്, ഇതിന്റെ അകത്ത് ഓവ്യൂൾസ് ഉണ്ടാവും. മൾട്ടി കാർപ്പലറി ഓവറി. എക്സാമ്പിൾ പാപ്പാവർ. There are 3 parts of each pistil. പിസ്റ്റിലിൽ 3 പാർട്ട് ഉണ്ട്. അത് ഏതെല്ലാം? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. The stigma is the upper broad region which is specialized for receiving pollen grains. പോളൻ ഗ്രെയിൻസിനെ സ്വീകരിക്കാൻ വേണ്ട തരത്തിലാണ് ആരുള്ളത്? സ്റ്റിഗ്മ ഉള്ളത്. അത് ആണ് മോൾ വശത്തുള്ളത്. The style is a long stalk. Style എന്ന് പറഞ്ഞ ഒരു സ്റ്റാക്ക് ലൈക്ക് സ്ട്രക്ചർ. ആൻഡ് ഓവറി ഈസ് ദ ബേസ് സൊല്ലൻ. ഓവറി വന്നിട്ട് താഴെ ഒരു സൊല്ലായിരിക്കുന്ന പാർട്ടാണ് ഓവറി. അതിൻ്റെ അകത്ത് ഓവ്യൂൾസ് ഉണ്ട്. അതായത് കാണിക്കുന്നത് ദിസ് ഈസ് വി കോൾഡ് സ്റ്റിഗ്മ,
This is we called as a style and this is we called as a ovary. Stigma, style, ovary. Ovule is a integument megaspore. Microspore ആണ് pollen grains, megaspore ആണ് ആ ഒരു ovule. Ovary has an ovarian cavity. Ovary ക്കകത്ത് ഒരു cavity ഉണ്ട്. That cavity is known as a ovarian cavity with one or more chamber. അതിൽ ഒന്നോ അധികമോ chamber കാണും. They are we call as a locus or loculus. The placenta is located inside the ovarian cavity. Ovarian cavity അകത്ത് placentയും ഉണ്ട്. One or many ovules are present inside the ovary. Ovary ഉണ്ട് ovules 1 2 3 ഒന്നോ അതിലധികമോ കാണാം. പ്ലാസന്റ അത് അറ്റാച്ച് ആവുന്ന ഓവറിൽ അറ്റാച്ച് ആവുന്ന ആ കണക്ഷനാണ് നമ്മൾ പ്ലാസന്റ എന്ന് പറയുന്നത്. ദിസ് ഈസ് വി കോൾഡ് ആസ് ലോക്യൂൾ. അതിൻ്റെ അകത്ത് ഓവറി, ഇത് ഓവറി വാൾ, ചാമ്പർ ആണ് ലോക്യൂൾ. ടിഎസ് ഓഫ് ആൻ ഓവറി. പ്ലാന്റ് വിത്ത് വൺ ഓവറി, ഒരു ഓവറി ഇരിക്കുന്ന പ്ലാന്റ് ഏതൊക്കെയാണ്? വീറ്റ്, പാഡി, മാംഗോ. ഇതെല്ലാം എന്താണ്? ഒരു ഓവറിയാണ്, ഒരു ഓവ്യൂളാണുള്ളത്. സോ ഒരു ഓവ്യൂളിരിക്കുന്ന ഓവറി ഏതെല്ലാമാണ്? വീറ്റ്, പാഡി, മാംഗോ. അപ്പൊ ഇതിന്റെ ഓവറിക്കകത്ത് ഒരു ഓവ്യൂളാണ് ഉള്ളത്. പ്ലാന്റ് വിത്ത് മെനി ഓവ്യൂൾസ്, ഒരുപാട് ഓവ്യൂൾസ് ഉള്ള ഓവറീസ്. പപ്പായ, വാട്ടർമെലോണ്, ഓർക്കിഡ്, ഭൂമിഗ്രാനൈറ്റ്, മാതളം അല്ലേ. ഇതിവിടെ കാണിച്ചിരിക്കുന്നത് പാഷൻ ഫ്രൂട്ട് ആണ്. The ovule is a small structure attached to the placenta by means of a stalk called funicule. ആ ഓവ്യൂൾസ് ഓവറിയായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് പ്ലാസന്റ അല്ലേ. പ്ലാസന്റ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ പാർട്ട് നമ്മൾ ഫണിക്കിൾ എന്ന് പറയും. The point of attach of the funicle with the main body of the ovule is called hilum. അപ്പോൾ ഇതെന്താണ്? ഹൈലം. ഇതെന്താണ്? ഫണിക്കിൾ. ഫണിക്കിൾ വന്ന് അറ്റാച്ച് ആവുന്നു, ഇത് ഹൈലം. Sometimes the funicle get fused to the body of ovule along with one side and form a ridge called wrap. ചില സമയങ്ങളിൽ ഈ ഫണിക്കിള് ഓവ്യൂളിന്റെ ഒരു സൈഡിൽ ജോയിന്റ് ആയി ഓവ്യൂളിന്റെ പാർട്ടായിട്ട് നമുക്ക് തോന്നും. അതിന് നമ്മൾ റാപ്പ് എന്ന് പറയും. ദ ബേസൽ റീജിയൻ ഓഫ് ദ ഓവ്യൂൾ ഈസ് കോൾഡ് ചലാസ. ഇതിന്റെ ബേസൽ റീജിയൻ നമ്മൾ ചലാസ എന്ന് പറയും അല്ലെ. അതായത് നമ്മൾ ഓവ്യൂളിലോട്ട് അറ്റാച്ച് ആവുന്നില്ല, ആ റീജിയൻ ചലാസ എന്ന് പറയും. ദ മെയിൻ ബോഡി ഓഫ് ഓവ്യൂൾ ഈസ് കോൾഡ് ന്യൂസിലസ്. ഇതിന്റെ മെയിൻ ബോഡിയെ നമ്മൾ ന്യൂസിലസ് എന്ന് പറയും. ഓർ അതർവൈസ് നോൺ ആസ് മെഗാസ്പോറാഞ്ചിയം which consists of a mass of parenchymatous tissues. അതിന്റെ അകത്ത് mass of parenchyma tissues ഇരിക്കും. The cell of nucleus have abundant reserved food materials. ഈ ന്യൂസിലസ് സെല്ലിന്റെ അകത്ത് നിറയെ ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട്. ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് ആൻ ഓവ്യൂൾ. അപ്പോൾ അതിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? റാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. റാപ്പ് എന്ന് പറയുന്നത് ഫണിക്കിളാണ്. ഏതാണ്? ഫണിക്കിൾ വന്നിട്ട് ആരുമായിട്ട്? ഓവ്യൂളുമായിട്ട് ജോയിന്റ് ആയിരിക്കുന്ന ആ പകുതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റാപ്പ് എന്ന് പറയുന്നത്. ഈ ഓവ്യൂലായിട്ട് അറ്റാച്ച് ആവുന്ന ആ പകുതി നമ്മൾ ഹൈലോ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെയാണ് ഓവ്യൂലിനോട്ട് അറ്റാച്ച് ആവുന്നത്. അതിന്റെ താഴെ വരുന്നത് ഡിറ്റാച്ച് ആയിരിക്കുന്ന പാർട്ടിന് നമ്മൾ ഫണിക്കിൾ. ഈ ഫണിക്കിള് വന്ന് ഓവ്യൂലായിട്ട് അറ്റാച്ച് ആവുന്ന പോയിന്റ് നമ്മൾ ഹൈലോ എന്ന് പറയും. അറ്റാച്ച് ആയതിനു ശേഷം അത് ഓവ്യൂളിന്റെ പാർട്ടുമായിട്ട് ജോയിന്റ് ആയിരുന്ന ദാറ്റ് ഈസ് വി കോൾഡ് ആസ് റാപ്പ്. ദെൻ ഇത് ചലാസ. ചലാസ എന്ന് പറയുന്നത് ഇതിന്റെ മേലിരിക്കുന്ന പാർട്ട് അല്ലെ, ചലാസ. ദെൻ ഇതിന്റെ അകത്തിരിക്കുന്ന സെൽസ് ആണ് ന്യൂസിലസ് സെൽ. ഇതിൽ എംബ്രിയോ സാക്ക് ഉണ്ട്. ദിസ് ഈസ് വി കോൾഡ് ആസ് എംബ്രിയോ സാക്ക്. ഇതിനെയാണ് നമ്മൾ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് അല്ലെ, എംബ്രിയോ സാക്ക്. ഇതിൽ ഇവിടെ ആന്റിപോഡൽ സെൽസ് ഉണ്ട്. ഇത് സെക്കൻഡറി ന്യൂക്ലിയസ്, എക്സ് സെല്ലുണ്ട്, സിനർജറ്റിക് സെല്ലുണ്ട്. ഡീറ്റെയിൽ പഠിക്കാം. ഇതിനെ കവർ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഔട്ടർ ഇൻഡ്യൂഗ്മെന്റ് ഉണ്ട്, ഇന്നർ ഇൻഡ്യൂഗ്മെന്റ് ഉണ്ട്. വെളിയിൽ ഒരു ലെയർ ഉണ്ട്, ഔട്ടർ ഒരു ലെയർ ഉണ്ട് അല്ലെ. അതിന് നടുക്കൊരു ഓട്ടയുണ്ട്. ദാറ്റ് ഓട്ട ഈസ് നോൺ ആസ് മൈക്രോപൈൽ. ദ ന്യൂസിലസ് ഈസ് എൻഗോൾസ്ഡ് ബൈ 1 or 2 layers of protective envelope called integument. ന്യൂസിലസിനെ കവർ ചെയ്ത് 1 or 2 ലെയർ കാണും. അതിന് നമ്മൾ ഇൻഡ്യൂഗ്മെന്റ് എന്ന് പറയും. എക്സെപ്റ്റ് അറ്റ് ദ അപ്പെക്സ് വേർ എ സ്മോൾ പാസേജ് ഈസ് ഫോം ഓൺ മൈക്രോപൈൽ. അപ്പെക്സിൽ ഒരു ചെറിയ പാസേജ് ഉണ്ട്, അവിടെ ഈ കവറിംഗ് ഇല്ല. അതിനെ നമ്മൾ മൈക്രോപൈൽ എന്ന് പറയും. മൈക്രോപൈൽ കണ്ടല്ല. ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡ്യൂഗ്മെന്റ്സ് ഓവിൽസ് ആർ ഫോളോയിങ് ടൈപ്പ്. ഇനി அந்த ഇൻഡ്യൂഗ്മെന്റിന്റെ ബേസിസിൽ നമ്മൾ ഓവിൽസ് പലതരത്തിലുണ്ട്. ഓവിൽസ് വിത്ത് 1 ഇൻഡ്യൂഗ്മെന്റ്, ഒരു ഇൻഡ്യൂഗ്മെന്റ് ഉള്ള ഓവിൽസ്, മെമ്പേഴ്സ് ഓഫ് ഗാമലോപെറ്റാലസ് ആൻഡ് ജിംനോസ്പേം. അതിന് ഒരു കവറിംഗ് മാത്രമേ കാണുള്ളൂ. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് യൂണിറ്റെജിമിക്. യൂണിറ്റെജിമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവിൽസ് വിത്ത് 1 ഇൻഡ്യൂഗ്മെന്റ്. ബൈ മീൻസ് 2 അല്ലേ. ഓവിൽസ് വിത്ത് 2 ഇൻഡ്യൂഗ്മെന്റ്, 2 ഇൻഡ്യൂഗ്മെന്റ് ഇരുന്ന, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട് അല്ലേ, 2 ഇരുന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വി കോൾഡ് ആസ് ബൈടെജിമിക്. ബൈ മീൻസ് 2 അല്ലേ. മെമ്പേഴ്സ് ഓഫ് പോളിപെറ്റാലെ ആൻഡ് മോണോകോട്സ്. then ategic. Ovules are without integument. Integument ഇല്ല അല്ലേ, കവറിംഗ് ഇല്ലാത്തതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ategic. Example, Xanthellum and Loranthus. They are parasites. On the basis of relative position of micropyle, micropyle ഏത് പൊസിഷനിൽ ഇരിക്കുന്ന body of the ovule and funicle and degree of curvature, the ovules are following type. Micropyle എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്?
ബോഡി ഓഫ് ഓവ്യൂൾ ആൻഡ് ഫണിക്കിൾ ഏത് സൈഡാണ്, അത് എങ്ങനെ കർവ് ചെയ്തിട്ടുണ്ട്, അത് ബേസ് ചെയ്ത് വീണ്ടും ഇതിനെ നമ്മൾ തരംതിരിക്കുന്നുണ്ട്. ആരാ തരംതിരിക്കുന്നുണ്ട്? ഓവ്യൂൾസിന് തരംതിരിക്കുന്നുണ്ട്. ദേ ആർ ഓർത്രോട്രോപ്പസ്, ആനാട്രോപ്പസ്, കാമ്പോഫൈലോട്രോപ്പസ്. ഫസ്റ്റ് ഓർത്രോട്രോപ്പസ്. Orthotropous means the micropyle, chalasa and funicle are in a straight line. Micropylum, chalasayum ഒരേ ലൈനിലിരിക്കും. കണ്ട, ഫണിക്കിള്, ചലാസ, ഇത് മൈക്രോപൈൽ. ഇവിടെയെല്ലാം മൈക്രോപൈൽ വരും. ഇതെല്ലാം ഒരേ ലൈനിൽ വരുന്നുണ്ടാ. That is we call as orthotropous. This is most primitive type of ovule. It is called incurved ovule. ഇത് curved ഇല്ല. Example, Piper, Polygonium, Cycas, etc. are this type of ovules. Then anatropous. It is an inverted ovule. This is inverted ആയിട്ടായിരിക്കും. The micropyle lies close to the hilum at the side of hilum. Found 82% of angiospermic family. നമുക്ക് ഇന്നിരിക്കുന്നതിൽ 82% ഇങ്ങനെയാണ് കാണപ്പെടുന്നത് അല്ലേ. ഇവിടെ ചലാസ ഇവിടെയുണ്ട്, മൈക്രോപൈൽ ഇവിടെയുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? ഹൈലം ഏതോട്ട് ക്ലോസ്, ഹൈലവും മൈക്രോപൈലും ക്ലോസ് ആയിരിക്കണം. ഇതാണ് ഹൈലം അല്ലേ. ഹൈലവും മൈക്രോപൈലും വളരെ ക്ലോസ് ആയിരിക്കണം. ഇത് ഇൻവെർട്ട് അല്ലേ ഇരിക്കുന്നു. That is we call as anatropous. Example, Astraceae familia, Tridax and Helianthus anus. The degree of curvature of the ovule is 180. The degree of curvature എത്രയാണ്? 180. മൊത്തം സ്ട്രൈറ്റ് ആയിരുന്നു, ഇത് കർവ് ആയിരിക്കുന്നുണ്ട് അല്ലേ. Next one is Campylotropous. Ovule is curved more or less at a right angle to funicle. ഫണിക്കിളിന് റൈറ്റ് ആംഗിൾ ആയിട്ട് കർവ് ആയിരിക്കും. മൈക്രോപൈലർ എൻഡ് ഈസ് ബെൻഡ് ഡൗൺ സ്ലൈറ്റ്ലി. മൈക്രോപൈൽ എൻഡ് കുറച്ച് താഴോട്ട് bend ആയിരിക്കും. Members of Leguminosa and Cruciferasa. The degree of curvature of this ovule is 90 to 160 degrees Celsius. ഇത് കണ്ട മൈക്രോപൈൽ ഇവിടെയാണ് ഉള്ളത്. ആ മൈക്രോപൈലിന്റെ അവിടെ ഒരു കവർ ഒക്കെ ആയത് എന്നത് കർവ് ഉണ്ട്. അകത്തിരിക്കുന്ന എംബ്രിയോ സാക്കിന് ഷേപ്പ് ചേഞ്ചസ് ഉണ്ട്. The ovule with many ovules are present in. ഓക്കെ, ഒരുപാട് ഓവ്യൂൾസ് ഉള്ളത് ഏതിലാണ്? നമ്മൾ പഠിച്ചതിൽ ഏതാണ്? വീറ്റ് ഇല്ല, പാഡി ഇല്ല, പപ്പായ ഉണ്ട് അല്ലേ. ബേസൽ പോർഷൻ ഓഫ് ദ ഓവ്യൂൾ ഈസ് റെപ്രസെന്റ് ബൈ. ഓവ്യൂളിന്റെ ബേസൽ പോർഷൻ എന്താണ്? മൈക്രോപൈൽ, ചലാസ, ഫണിക്കിൾ, ടൈഗില്ല. ചലാസ ഇസ് ദ ബേസൽ പോർഷൻ. ഓവ്യൂൾ ആർ യൂണിറ്റെജിമൽ ആൻഡ് ആനോട്രോപ്പസ് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് മാൽവേസിയ, ആസ്ട്രേഷ്യ, ലില്ലേസിയ, ഫേബേസിയ. ആൻസർ ഈസ് ആസ്ട്രേഷ്യ. മെഗാസ്പോറോജെനിസിസ്. മെഗാസ്പോർ എങ്ങനെയാണ് ഫോം ആവുന്നത്? The process of formation of megaspore from megaspore mother cell is called megasporogenesis. അപ്പം മെഗാസ്പോറോ മദർ സെല്ലിൽ നിന്ന് എങ്ങനെ ഫോം ആവുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഗാസ്പോറോജെനിസിസ്. It behave as a megaspore mother cell. The ovule generate differentiate as a single megaspore mother cell in micropyle region of the nucleus. അപ്പം നമുക്ക് ഡയഗ്രാമിൽ കാണാം മെഗാസ്പോർ മദർ സെല്ല്. അതിന് ചുറ്റി ആരുണ്ട്? ന്യൂസിലസ് ഉണ്ട് അല്ലേ. ഒരു മെഗാസ്പോർ മദർ സെൽ. ഈ ഒരു മെഗാസ്പോർ മദർ സെൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് എ ലാർജ് സെൽ കണ്ടെയ്നിങ് ഡെൻസ് സൈറ്റോപ്ലാസം. ഇത് വലിയ സെല്ലാണ്, ഒരുപാട് സൈറ്റോപ്ലാസം അല്ലേ, നല്ല ഡെൻസ് ആയിട്ടുള്ള തിക്ക് സൈറ്റോപ്ലാസം ഉണ്ട്. പ്രോമിനന്റ് വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ഉണ്ട്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. മിയോസിസ് നമുക്കറിയാം, ഒരു സെല്ല് 4 ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് റിഡക്ഷൻ ഡിവിഷൻ, ദെൻ നോർമൽ ഡിവിഷൻ അല്ലേ. അതേപോലെ ഇതിന് ഡിവൈഡ് ആവുന്നു. നമുക്ക് 4 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ആര്? നമ്മൾ മെഗാസ്പോർ മദർ സെൽ. ഇൻ മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് 1 മെഗാസ്പോർ ഈസ് ഫങ്ഷണൽ വൈൽ അതർ 3 ആർ ഡീജനറേറ്റ്. അപ്പോൾ 4 സെല്ല് കിട്ടുന്നതിൽ 3 ഡീജനറേറ്റ് ആവും, 1 മാത്രമാണ് ഫങ്ഷൻ. ഇതാണ് മെജോറിറ്റി അല്ലേ. പുള്ളി ദ ഫങ്ഷണൽ മെഗാസ്പോർ ആക്ട് ആസ് മദർ സെൽ ഫോർ ഡെവലപ്പിംഗ് എംബ്രിയോ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ആ എംബ്രിയോ സാക്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് ആര് ആക്ട് ചെയ്യും? ഈ ഫങ്ഷണൽ മെഗാസ്പോർ. അപ്പൊ 4 സെല്ലുണ്ട്, 1 ഫങ്ഷണൽ, 3 വന്ന് ഡീജനറേറ്റ് ആയി പോകും. ദിസ് പ്രോസസ് ഓഫ് എംബ്രിയോ സാക് ഫോർമേഷൻ ഈസ് കോൾഡ് സിംഗിൾ മെഗാസ്പോർ ടേംഡ് ആസ് മോണോസ്പോറിക് ഡെവലപ്മെന്റ്. ഇങ്ങനെ 1 മാത്രം ഫങ്ഷണൽ ആയിട്ട് ഫോം ആയ അതിനെ നമ്മൾ മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയും. ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓർ എംബ്രിയോ സാക്. The nucleus of the functional megaspore divide mitotically to form 2 nuclei which move to the opposite poles. അപ്പോൾ നമുക്ക് ഒരു സെല്ലിലേ ഉള്ളത്, ആ ഒരു സെല്ല് 2ആയി ഡിവൈഡ് ചെയ്ത് എംബ്രിയോ സാക്കിന്റെ 2 സൈഡിലേക്ക് പോകും. The 2 more sequential mitosis nuclear division result in the formation of 4 nucleated and later 8 nucleated stage. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെല്ല് 2ആയിട്ട് ഡിവൈഡ് ആവുന്നുണ്ട് അല്ലേ. ഈ 2 സെല്ലും എംബ്രിയോ സാക്കിന്റെ ഓരോ സൈഡിലേക്ക് പോകുന്നുണ്ട്. പോയതിനു ശേഷം ഇത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ സെല്ലും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 പ്രാവശ്യം ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര സെൽ കിട്ടണം? 4 സെൽ കിട്ടണം അല്ലേ. 1 2 3 4 5
6, 7, 8. നമുക്ക് അങ്ങനെ 8 സെൽ 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട് embryo sac. So next we goes to the development of monosporic embryo sac. This we call as a polygonium type. So here we first studied a single cell is divided into 2 cell. So here we can see the 2 cell. This 2 cell is again undergo division to form a 4 cell. Here we can see the 4 cell, and here we can see the 8 cell in both the end, 4 from here and 4 from here. This is the development of monosporic. Monosporic means single embryo. So the 4 cells are there. The 1 cell is goes to the center, and from here also 1 cell is goes to the center, and they fuse together. The remaining 3 cells is act as a synergetic cell. Here the remaining 3 cells is act as antipodal cells. The 2 cells goes to the center, fuse together to form a single cell with the 2 nucleus. And here the 2 cells act as synergetic cell, 1 cell is act as a egg cell. So we get only 1 egg or ovule. That is we call as a monosporic. So here is the Chalasa end. So 3 antipodal cells are there. Polar nuclei, 2 are joined to single cell central. Then a egg cell is there, synergetic cell is there. Here filiform apparatus are there. Filiform apparatus receive the tube. Okay, pollen tube receive ചെയ്യാൻ വേണ്ടിയാണ് ഈ filiform apparatus ഉള്ളത്. പിന്നെ ഈ additional cells എല്ലാം degenerate ആയി പോകും. It is not interesting to note that these mitotic division are strictly free nuclear division because they are not followed immediately by cell wall formation. ഈ ഇപ്പം നടക്കുന്ന ന്യൂക്ലിയർ ഡിവിഷൻസ് എല്ലാം ഫ്രീ ഡിവിഷൻ ആണ്. ഇവിടെ സെൽ വാൾ ഡിവിഷൻ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു സെല്ലിന്റെ അകത്ത് number of nucleus കാണുന്നത്. So 6 of the 8 nuclei are surrounded by a single cell wall. An organized cell, the remaining 2 nuclei called polar nuclei are situated below the egg apparatus in a large central cell. This is characterized distribution of cell with embryo sac. അപ്പോൾ നമ്മൾ embryo sac-ൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 ഫ്യൂഷൻ ഉണ്ട്. ഒന്ന് ഈസ് സിംഗിൾ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. സോ നമ്മൾ പോളൻ ട്യൂബ്സിൽ 2 ജനറേറ്റീവ് സെൽ അല്ലെങ്കിൽ സ്പേം സെൽ ഉണ്ട്. ഒരു സ്പേം സെല്ല് ഈ എഗ്ഗോട് ജോയിൻ ചെയ്യും ടു ഫോം സീഡ്. അനദർ വൺ ഈസ് ജോയിൻഡ് വിത്ത് ദിസ് പോളാർ ന്യൂക്ലിയ. പോളാർ ന്യൂക്ലിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് 2 സെൽ ഇതിൻ്റെ അകത്ത് ഉണ്ട്. 6 of the 8 nucleus are surrounded by a cell wall. 6 of the 8 ന്യൂക്ലിയസിൽ 6 ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്ത് സെൽ വാൾ ഉണ്ട് അല്ലേ? 2 തന്നെ സറൗണ്ട് ചെയ്ത് സെൽ വാൾ ഇല്ല. ആൻഡ് ഓർഗനൈസ് ഇൻ ടു എ സെൽ, അതൊരു സെല്ലായിട്ട് ഓർഗനൈസ് ആകും. ദ റിമൈനിങ് 2 nucleus കോൾഡ് പോളാർ ന്യൂക്ലിയ are situated below the egg apparatus. അത് egg apparatus താഴെ ആയിട്ടിരിക്കുന്നുണ്ട്. in a large central cell. There is a characteristic distribution of cell within the embryo sac. embryo sac-ൽ സെല്ലിനെല്ലാം പ്രത്യേക ക്യാരക്ടർ ഉണ്ട് അല്ലേ? അതായത് നമ്മൾ മുകളിലൂടെ കാണുന്നത് എന്താണ്? ആന്റിപോഡൽ സെൽസ് ഇവിടെ ഉണ്ട്. സെൻട്രൽ പോളാർ ന്യൂക്ലിയൈ, ദെൻ എഗ് ഉണ്ട്, എഗ് അപ്പാർട്ടസ്, ദാറ്റ് ഈസ് വി കോൾഡ് സിനർജറ്റിക്സ്, ദെൻ ഫിലിഫോം അപ്പാർട്ടസ്. ഓരോത്തിനും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒബ്സർവ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെൽ ഇൻസൈഡ് ദ embryo sac. embryo sac-ന്റെ സെല്ല് വീണ്ടും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ആന്റിപോഡൽ സെൽസ്, അത് ഡീജനറേറ്റ് ആവും ഫ്യൂച്ചറിൽ. പോളാർ ന്യൂക്ലിയൈ is present in the center. Egg is there. Eggina protect ചെയ്യാൻ synergetics are there or egg apparatus are there. Then filiform apparatus are also there. 3 cells at the micropyle end and constitute the egg apparatus. മൈക്രോപൈൽ എന്ന് പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, അവിടെ നമുക്ക് ഒരു സ്പേസ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് വഴി ആണ് പോളൻ ട്യൂബ്സ് അകത്ത് പോകുന്നത്. അതാണ് മൈക്രോപൈല്. അവിടെയാണ് എഗ് അപ്പാരറ്റസ് ഇരിക്കുന്നത്. അതിന്റെ നടുവിലാണ് ഒരു എഗ് സെൽ ഉള്ളത്. The egg apparatus in turn consists of 2 synergetic cells. Egg apparatus-ൽ 2 synergetic cells ഉണ്ട്, ഒരു egg cell-ഉം ഉണ്ട്. Because it is a monosporic. The synergetic have specialized cellular thickness at the micropylar tip called filiform apparatus. ഈ synergetic cells ഉണ്ടല്ലോ, അതിന്റെ അറ്റത്ത് ഒരു മൈക്രോപൈലാർ ടിപ്പ് ഉണ്ട്. അതാണ് called filiform apparatus. It play important role in guiding the pollen tubes into the synergetic. സിനർജറ്റിക് സെല്ലിന്റെ അകത്തോട്ട് ഈ പോളൻ ട്യൂബ് വരാൻ വേണ്ടി ഈ ഫിലിഫോം അപ്പാരറ്റസ് സഹായിക്കും. ഫിലിഫോം അപ്പാരറ്റസ് കണ്ടല്ലോ, ഇത് പോളൻ ട്യൂബ്സ് ഇവിടെ വരുമ്പോൾ ഇതിന്റെ അകത്തോട്ട് കയറാൻ വേണ്ടി ഇത് സഹായിക്കും. ആന്റിപോഡൽ ഒരു വെജിറ്റേറ്റീവ് സെൽ. 3 cells are at ചലാസ end are called antipodal cells. അല്ലേ, ഇവിടെ 3 സെല്ലുണ്ട്, അതാണ് ആന്റിപോഡൽ സെൽസ് എന്ന് പറയുന്നത്. ഇല്ലേ, ഇത് കാണിക്കുന്നത്. എ ലാർജ് സെൻട്രൽ സെൽ ഹാസ് 2 polar nuclei. ലാർജിൽ ഒരു സെല്ലുണ്ട്, പക്ഷേ അതിന്റെ അകത്ത് 2 polar nucleus ഉണ്ട്. Thus a typical angiosperm embryo at maturity through 8 nuclei. ഒരു ടിപ്പിക്കലിൽ എത്രയുണ്ട്? 8 ന്യൂക്ലിയസ് ഉണ്ട്. ബട്ട് എത്ര സെല്ലുള്ളൂ? 7 സെല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോ സാക്കിന്റെ അകത്ത് 8 ന്യൂക്ലിയസും ഉണ്ട്, 6 സെല്ലും ഉണ്ട്. ഇവിടെ 3 അല്ലേ, 1, 2, 3, ഇതൊന്ന് 4, ഇത് രണ്ടും കൂടി ചേർന്നാണ് ഒരു സെല്ല്.
5 6 എഗ് സെൽ 1 7 സെല്ലേ ഉള്ളൂ. പക്ഷേ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 8 ന്യൂക്ലിയസ് ഉണ്ട്. ഇവിടെ 2 ന്യൂക്ലിയസ് ഉണ്ട്, അതുകൊണ്ടാണ് 8 ന്യൂക്ലിയസ് വരുന്നത്. മനസ്സിലായല്ലോ? സ്ട്രക്ചർ ഓഫ് അതിന് എംബ്രിയോസിലേക്ക് കൊടുത്തിട്ടുണ്ട്. A mature female gametophyte of angiosperm plant is how many cell stage? It is a 7 cell stage. The cell in egg apparatus are egg apparatus in 1 cell plus 1 synergetic, 1 synergetic plus 2 egg cell, 1 egg cell plus 2 genetic cell, 2 egg cell plus നമുക്കറിയാമല്ലേ ഒരു egg cell 2 synergetics ഉണ്ട്. The egg cell of an angiosperm, if in the egg cell of an angiosperm plant has 20 chromosome, the chromosome present in PEN. What is PEN? Polyendosperm nucleus. Then leaf cell, megaspore, mother cell, synergetic respectively. എത്ര ക്രോമസോം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എൻഡോസ്പോം സെൽസിൽ എൻഡോസ്പോം സെൽസ് ഫസ്റ്റ് എങ്ങനെ ഫോം ആവും നമുക്ക് അറിയണമെങ്കിൽ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. എൻഡോസ്പോമിൽ 2 ന്യൂക്ലിയസ് കാണും അല്ലേ, അതായത് N പ്ലസ് N ഇങ്ങനെ 2 ന്യൂക്ലിയസ് ഉള്ളതാണ് എൻഡോസ്പോം. അതിൽ ഒരു ജനറേറ്റീവ് സെല്ല് ഒന്ന് പീസ് ആവും, അപ്പോൾ 3 സെല്ല് ഫോം ആവും. അപ്പം 20 ഉണ്ടായിരുന്ന എത്രയാവും? 20 പ്ലസ് 20 പ്ലസ് 20, അപ്പം 60 വരണം PNL അല്ലേ. ദെൻ ലീഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2N കണ്ടീഷൻ, 2N കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 40. ദെൻ മെഗാസ്പോർ മദർ സെല്ലിലും 2N കണ്ടീഷനാണ്, അപ്പോൾ എന്താണ് പറയുന്നത്? 40 ആണ് വരുന്നത്. ദെൻ നമ്മൾ സിനർജറ്റിക് സെല്ലിൽ എത്ര വരും? N കണ്ടീഷനാണ്, അപ്പം 20. അപ്പോൾ നമ്മൾ ആൻസർ ഈസ് 60 40 40 20. ഫിലിഫോം അപ്പാർട്ടസ് ഇസ് ഫൗണ്ട് ഇൻ. ഫിലിഫോം അപ്പാർട്ടസ് എവിടെയാണ് ഉള്ളത്? ഫിലിഫോം അപ്പാർട്ടസ് എവിടെയാണ് ഉള്ളത്? നമുക്കറിയാം അല്ലേ, സിനർജറ്റിക്സിലാണ് ഉള്ളത്. ഫിലിഫോം അപ്പാർട്ടസ് ആർ പ്രസന്റ് ഇൻ